നാരായണ നാരായണ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം. ശ്രീമദ് ഭാഗവത മഹാപുരാണം തൃതീയ സ്കന്ധം കാപിലം ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരണത്. അതിൽ ധ്യാനയോഗം 28-ാമത്തെ അധ്യായം ഭഗവാന്റെ സ്വരൂപത്തെയാണ് ഇപ്പോൾ പറഞ്ഞു വെച്ചത്. ഇനി ഭക്തിയോഗവും പിന്നെ ജീവഗതിയും ആണ് പറയേണ്ടത്. നമുക്ക് കേൾക്കാം. മനഃശുദ്ധി ഉണ്ടായാൽ മാത്രമേ ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ സാധിക്കൂ, ഭഗവാനെ ഭജിക്കാൻ സാധിക്കൂ. എന്താ മനഃശുദ്ധി എന്ന് തന്നെ സംശയമാവും. ഞാനൊക്കെ നല്ലതല്ലേ വിചാരിക്കുന്നുള്ളൂ എന്നാ എല്ലാവരും വിചാരിക്കുക. ആർക്ക് നല്ലത്? നമുക്ക് നല്ലത്, ഓരോരുത്തർക്കും നല്ലത്. അതുപോരാ, നമുക്കും നന്നാവണം, ഒപ്പം ലോകത്തിന് ഹിതമാവണം, എല്ലാവർക്കും അത് സമ്മതമാവണം എന്ന് സാരം. അന്യർക്ക് ദ്രോഹം സംഭവിക്കാൻ പാടില്ല. അന്യർക്ക് ദ്രോഹം സംഭവിച്ചാൽ അതിനെ ഹിംസ എന്നാ പറയുക. അപ്പോൾ അഹിംസ വേണം, അല്ലെങ്കിൽ അത് നിലവില്ല. അപ്പോൾ അവിടെ മനഃശുദ്ധി ഉണ്ടാകാൻ ഭഗവത് ഉപാസനയല്ലാതെ കണ്ട് വൈരാഗ്യബുദ്ധിയോട് കൂടിയിട്ട് ഈ സമ്പാദിക്കുന്നതിനെ മുഴുവൻ കുറേശ്ശെയായിട്ടെങ്കിലും ദാനം ചെയ്ത്, നമ്മൾ വരുമ്പോൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകാൻ പറ്റൂല എന്നുള്ളത് ഉറപ്പിച്ചാലേ ഈ വൈരാഗ്യമൊക്കെ വരുള്ളൂ. എല്ലാവർക്കും തുല്യമായിട്ട് ജീവിക്കാനുള്ള അവകാശം ഉണ്ടെന്നൊക്കെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കണം എന്നുള്ള തോന്നലും, അതേപോലെ തന്നെ ചതി വഞ്ചന തുടങ്ങിയതിലൊക്കെ എല്ലാവരെയും ഒരേപോലെ തന്നെ വിഷമിപ്പിക്കും എന്നറിഞ്ഞാലാണ് നിഷ്കളങ്ക ഭാവമൊക്കെ ഉണ്ടാവുള്ളൂ. നമ്മൾ ചതിക്കപ്പെടുമ്പോൾ ബാക്കിയുള്ളവർക്ക് അതത്ര സാരാവില്ല. പക്ഷേ നമുക്ക് അന്യൻ നമ്മളെ ചതിക്കുമ്പോൾ, വഞ്ചിക്കുമ്പോൾ, നമ്മുടെ നഷ്ടം വരുമ്പോൾ ഒക്കെ വലിയ പ്രശ്നമാണ്. നമ്മൾ പറ്റിക്കപ്പെട്ടു എന്ന് അറിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ അതേപോലെ തന്നെയല്ലേ ബാക്കിയുള്ളവർക്കും. അപ്പം അതുകൊണ്ട് ചതി വഞ്ചന തുടങ്ങിയിട്ടുള്ള ചീത്ത കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക തന്നെ വേണം. അവനവന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട്, അതായത് ദേഹാർത്ഥമല്ല, ആത്മാർത്ഥം. അപ്പോൾ ദേഹാർത്ഥം ആണ് നമ്മളൊക്കെ പണിയെടുക്കുന്നത്. അത് ഇന്ദ്രിയ പ്രീതി അർത്ഥ. അതങ്ങനെ അല്ലാതെ കണ്ട് ദേഹാർത്ഥമായിട്ട് പണിയെടുക്കുക, അതല്ലാതെ കണ്ട് ആത്മാർത്ഥമായിട്ട് പണിയെടുക്കണം. എന്നാലേ ജീവന് മുക്തി കിട്ടുള്ളൂ എന്ന് സാരം. അപ്പോൾ അതിന് ഭക്തിയാണ് വേണ്ടത്. ആ ഭക്തി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. മുക്തി ഭഗവാൻ തരും, പക്ഷേ ഭക്തി ഭഗവാൻ തരില്ല എന്ന്. അപ്പം അതുകൊണ്ട് ഈ കാലത്തിൻ്റെ ഗതിക്കനുസരിച്ച് പ്രാരബ്ധം തീർക്കാൻ വേണ്ടിയിട്ട് മനുഷ്യ ശരീരം വിശേഷ ബുദ്ധിയോട് കൂടിയിട്ട് കിട്ടിയിട്ടും നമ്മൾ അതിനെ ഉപയോഗിക്കണില്ല വച്ചാൽ, അതും ഭാരതത്തിലാവുക, ജ്ഞാനം കിട്ടാൻ ധാരാളം മാർഗങ്ങളുണ്ട്. അതൊന്നും സ്വീകരിക്കാതെ കണ്ട് ഈ പ്രപഞ്ചത്തിലുള്ള സുഖങ്ങളെ മുഴുവൻ, ഭൂമിയിലുള്ള എല്ലാ സുഖങ്ങളെയും കിട്ടണം എന്ന് വിചാരിച്ച് പണിയെടുക്കുക. അപ്പോൾ അതൊരിക്കലും പാടില്ല. അത് മടുത്തിട്ടാണ് ദേവഹൂതി മാതാവ് കപില മഹർഷിയോട്, തൻ്റെ പുത്രനായിട്ടുള്ള ഭഗവാനോട് ആവശ്യപ്പെടുന്നത്, ഇതൊന്നും രക്ഷപ്പെടാൻ എന്താ മാർഗം, ആ ഭക്തിയോഗം ഒന്ന് പറഞ്ഞു തരണേ എന്ന് പറയണതേ. അപ്പോൾ ഭക്തിയോഗം പല വിധത്തിലുണ്ട്. ഈ ദേഹം ഞാനാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നവർക്ക് ഭക്തി അത്ര എളുപ്പമല്ല എന്നാണ് ഭഗവാന്റെ അഭിപ്രായം. കാരണം സ്വാർത്ഥം വരും. സ്വാർത്ഥം വന്നാൽ രജോ ഗുണമാണ്. അന്യൻ്റേത് കിട്ടണമെന്നുള്ള ഒരു മോഹം ഉണ്ടായാലും അത് തിന്മയാണ്, അത് തമോ ഗുണമാണ്. അപ്പോൾ ഈ രജോ ഗുണവും തമോ ഗുണവും സ്വാർത്ഥവും തിന്മയും അത് മധ്യമവും അധമവുമായിട്ടാണ് നിൽക്കുക. അങ്ങനത്തെ ആളുകൾക്ക് ഭക്തി ഉണ്ടാവില്ല, അത്ര എളുപ്പമല്ല. ഭക്തിയുടെ 3 വിധത്തിലുള്ള ഭക്തിയെ പറയുന്നത് തന്നെ ഉത്തമ ഭക്തി, മധ്യമ ഭക്തി, പ്രാകൃത ഭക്തി എന്നാണ്. സാത്വിക ഭക്തി, രാജസഭക്തി, തമോ ഗുണഭക്തി. അപ്പോൾ സാത്വികമായിട്ടുള്ള നന്മയും അതേപോലെ ഉത്തമ ഭക്തിയും, അഹൈതുകി, അവ്യവഹത, അജസ്രം എന്നൊക്കെ ഭക്തിക്ക് ഭാവങ്ങളുണ്ട്. അതൊരു കച്ചവടം മട്ടാവരുത്. അവ്യവഹിത, കച്ചവടം മട്ടാവരുത്.
അതേപോലെ നിരന്തരം എന്നുള്ള അർത്ഥത്തിലാണ് അജസ്രം. സ്ഥിരമായിട്ട് ഭഗവാനെ എപ്പോഴും ഉപാസിക്കുക എന്നൊരു ഭാവത്തിലെടുക്കണം, അപ്പോഴേ അജസ്രമാവുള്ളൂ. എന്തെങ്കിലും ഒരു കാരണം കിട്ടി, അപ്പോൾ ആ സമയത്ത് ഒരു ദുഃഖം വന്നു, അപ്പോൾ ഒരു ഭക്തി, അങ്ങനെ ആവരുത്. അഹൈതുകി, അത് കിട്ടിയാൽ ഇത് തരാം, ഇത് കിട്ടിയാൽ തരാം, അങ്ങനെയൊന്നും ആവരുത്. അഹൈതുകി, അവ്യവഹത, അജസ്രം, ഈ ഭക്തി വേണം. അന്യനെ ഉപദ്രവിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനേ പാടില്ല. അന്യൻ്റെ മുതൽ ആഗ്രഹിക്കുകയേ പാടില്ല, എന്തായാലും വേണ്ടില്ല. അങ്ങനെയുള്ള ഭക്തിയൊക്കെ സാധാരണഗതിയിൽ അന്യൻ്റെ നശിച്ചാലും വേണ്ടില്ല, എനിക്ക് കിട്ടണം എന്നുള്ള ആ തമോ ഗുണ ഭക്തി, അതേപോലെ ഇത് മുഴുവൻ എനിക്കുള്ളതാ എന്നുള്ള രീതിയിലുള്ള രാജസഭക്തി, അതല്ലാതെ കണ്ട് എല്ലാവർക്കും ഉണ്ട് തുല്യാവകാശം, ആ കൂട്ടത്തിൽ എനിക്ക് ലേശം ആയിക്കോട്ടെ എന്നുള്ള സാത്വിക ബുദ്ധി, അത് സാത്വിക ഭക്തിയായിട്ട് മാറുക. അതേപോലെ നിർഗുണ ഭക്തിയിലേക്ക് എത്താൻ അത്ര എളുപ്പമല്ല. ഭഗവാൻ മാത്രമേ ഉള്ളൂ, ഞാൻ പോലും ഭഗവാനാണ്. എനിക്കെന്ന് പറഞ്ഞിട്ട് സ്വന്തമായിട്ട് ഒന്നുമില്ല, ഒക്കെ ഭഗവാന്റെയാണ്. അപ്പോൾ നിർഗുണ ഭക്തി എപ്പോഴേ കിട്ടുള്ളൂ? ഏറ്റവും പ്രധാനമായിട്ടുള്ള സാലോക്യ, സാരൂപ്യ, സാമീപ്യ, സായുജ്യ, സാർഷ്ടി, അത് ആ മുക്തിയാണ്. ആ മുക്തി പോലും വേണ്ടെന്നാ, ഭക്തി മാത്രം മതി എന്ന് വിചാരിക്കുന്ന നിർഗുണ ഭക്തികളുണ്ട്. നിഷ്കാമ ഭക്തി, നിർമ്മല ചിത്തന്മാരായിട്ട്, അവർക്ക് ഇതൊന്നും വേണ്ട. ഭഗവാങ്കൽ ലയിക്കുക, ഭഗവാനെ അറിയുക, ഭഗവാന്റെ അനുഗ്രഹത്തെ ബാക്കി എല്ലാവർക്കുമായിട്ട് വാങ്ങിക്കൊടുക്കുക. വിപ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്. ആത്മാനം പാതി പരം പാതിച്ച ആണ്. അവനവനെയും മറ്റുള്ളവരെയും രക്ഷിക്കുക, ഭഗവാങ്കലെത്തിക്കുക എന്ന ഒരു ഭാവമാണ്. നാരദനെ പോലെ നാരന്തം പരമാത്മകം വിധി, അങ്ങനെ ഒരു ഭാവത്തിലാണ് സ്വതേ വിപ്രൻ, ബ്രാഹ്മണൻ എന്നുള്ള രീതിക്ക് വരിക. അപ്പോൾ യഥാർത്ഥത്തിലുള്ള ഭക്തി നിർഗുണ ഭക്തിയാണ്, നിഷ്കാമ ഭക്തിയാണ്, അത് വേണം. അമ്മേ, ശരിക്കുള്ള ഭക്തി എന്താ വേണ്ടതെന്നറിയോ? അമ്മയ്ക്ക് വേണ്ടിയിട്ടാവരുത് ഒന്നും, ലോകത്തിന് വേണ്ടിയിട്ടാവണം. ഭഗവാങ്കിൽ നിന്നും ഈ അനുഗ്രഹത്തെ മുഴുവൻ വരമായി വാങ്ങിക്കൊണ്ട് ലോകത്തിന് വേണ്ടിയിട്ട് പ്രദാനം ചെയ്യുക. വരം വാങ്ങുന്നത് ഭൗതിക വസ്തുക്കളാവരുത്. എല്ലാവർക്കും സന്തോഷവും സ്വസ്ഥതയും സ്വാതന്ത്ര്യവും ഒക്കെ കൊടുക്കുക വേണ്ടത്. സച്ചിദാനന്ദത്തെ അനുഭവിപ്പിക്കുകയാണ് വേണ്ടത്. ഇന്ദ്രിയപ്രീത്യർത്ഥം ആവരുത്. അങ്ങനെ മനഃശുദ്ധിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് ലോകത്തിന് മുഴുവൻ ഈ നിഷ്കളങ്ക ഭാവത്തെ കൊടുക്കാൻ സാധിച്ചു വെച്ചാൽ അത് തന്നെയാണ് നിർഗുണഭക്തി. അത് ഉണ്ടാവാൻ അത്ര എളുപ്പമല്ല. അപ്പം അതിന് കുറച്ച് നിയമങ്ങളെയൊക്കെ ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട്. സ്വന്തം കുലത്തിനും പ്രായത്തിനും അനുസരിച്ചുള്ള വർണ്ണാശ്രമധർമ്മങ്ങളെ നന്നായിട്ട് തന്നെ ശീലമായിട്ട് തന്നെ ചെയ്യുക. കാരണന്മാർ പറഞ്ഞത്, ഗുരുക്കന്മാർ പറഞ്ഞത് നമ്മൾ കണ്ടു വന്നതൊക്കെ. ആചാരാനുഷ്ഠാനം സത്യസന്ധമായിട്ട് ചെയ്യുക. അതിൽ ഒരു ആഗ്രഹം, ഫലേച്ഛ വേണ്ടേ. അഹിംസ വ്രതമായിട്ട് അന്യരെ ദ്രോഹിക്കില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തണം. അങ്ങനെ വേണം. കർമ്മം ചെയ്യാതിരിക്കുകയും അരുത്. അന്യൻ്റെ കർമ്മം ചെയ്യും വേണ്ട. വലിയവരെ കണ്ടാൽ നമസ്കരിക്കുക. എല്ലാവരിലും എന്തെങ്കിലും ഒരു വലിപ്പുണ്ടാവും ചെയ്യും. അപ്പോൾ എല്ലാവരെയും കണ്ടാലും നമസ്കരിക്കാമെന്നാ. നമുക്ക് നമസ്കരിക്കാമെന്ന് പറഞ്ഞാൽ അച്ഛനെയും അമ്മയും നമസ്കരിക്കാം, മുത്തശ്ശനെ നമസ്കരിക്കാമെന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് വയ്യ. ഇതൊക്കെ സ്വതേ എല്ലാ ദിവസവും വേണേ. രാവിലെ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ ഇരിക്കുന്ന ആ കട്ടിൽ നീട്ടിരുന്നാൽ തന്നെ ആദ്യം ഭൂമിദേവിയെ സ്മരിക്കണം, ഭഗവാനെ സ്മരിക്കണം, അങ്ങനെയൊക്കെ ഉണ്ട് നിയമം. അങ്ങനെയൊക്കെയാണ്. അതൊക്കെ കഴിഞ്ഞ് വലിയപ്പോൾ ഒരു ശുദ്ധിയൊക്കെ വരുത്തിയതിൻ്റെ ശേഷം കുളിച്ച് വന്ന് അച്ഛനമ്മമാരെയൊക്കെ നമസ്കരിച്ച്, ദേവന്മാരെയൊക്കെ നമസ്കരിച്ച്, ഭൗതികമായിട്ടുള്ള സൂര്യചന്ദ്രന്മാരെ തൊട്ടുള്ള ഓരോന്നും എല്ലാ ദേവന്മാരും വേണം. ഇതിൽ ഏറ്റവും മിനിമമായിട്ട് പറയുന്നതാണ് ആദിത്യം, അംബികാം, വിഷ്ണു, ഗണനാഥം, മഹേശ്വരം, വഹ്നിം ച. അപ്പം ഇങ്ങനെയൊക്കെ എല്ലാവരിലും ഈശ്വരനെ കണ്ടുകൊണ്ട് അവരെയൊക്കെ നമസ്കരിച്ചുകൊണ്ട്, ഏതെങ്കിലും ഒക്കെ ചീത്തകളുണ്ടെങ്കിൽ അതിനെയൊക്കെ നശിപ്പിച്ചുകൊണ്ട്
സജ്ജനസേവ, ഗുരുസേവ, ദീനസേവ, ബാലസേവ, സ്ത്രീസേവ. സ്ത്രീസേവ വെച്ചാൽ സ്ത്രീകളെ സഹായിക്കുക, അവർക്ക് ദാനാദികൾ കൊടുക്കുക എന്നതാണ്. കുമാരിമാരെ, വടുകന്മാരെ, ബ്രാഹ്മണ ബാലന്മാരെ, കുട്ടികളെയൊക്കെ പലതും കൊടുത്തുകൊണ്ട് സന്തോഷിപ്പിക്കുക. മധുരോ പഠിക്കാനുള്ളതോ അങ്ങനെ എന്തൊക്കെയാ വെച്ചാൽ അതൊക്കെ. ഇങ്ങനെ എല്ലാവരിലും ഈശ്വരനെ കാണാൻ സാധിക്കുകയാണ് യഥാർത്ഥത്തിലുള്ള ജീവിത ലക്ഷ്യം. ഭക്തി അതാ. ഇങ്ങനെ ഭക്തിയോട് കൂടിയിട്ട് 100 കൊല്ലം ജീവിക്കാൻ സാധിച്ചു വെച്ചാൽ പിന്നെ ഒരു ജന്മം വേണ്ടി വരില്ല, മുക്തി കിട്ടും എന്ന് സാരം. ഭക്തി കിട്ടാനാ പണി. അപ്പോൾ നമ്മിലുള്ളത് സമ്പാദ്യങ്ങൾ പലതും ഉണ്ടാവും. ധനാവാം, വിദ്യയാവാം, സൗന്ദര്യമാവാം, സംഘങ്ങളാവാം. സത്സംഗമാവാൻ വളരെ ശ്രദ്ധിക്കണം. ദുസ്സംഗം ഒരിക്കലും വരരുത്. അതേപോലെ ഗുരുവിനെ ആശ്രയിച്ച് തന്നെ വേണം ഭഗവാനിൽ എത്താനായിട്ട്. അങ്ങനെ ഗുരുത്വത്തോട് കൂടിയിട്ട് ഭക്തി ഉള്ള ഒരാളായിട്ട് ജീവിക്കാൻ സാധിച്ചുവെങ്കിൽ 100 കൊല്ലം തികച്ചാൽ പിന്നെ മുക്തി തന്നെയാണ്. പിന്നെ എന്ത് വേണ്ട? വീണ്ടും ഒരു ഗർഭവാസം വേണ്ട. നമ്മൾ വന്നപ്പോൾ വെറും കൈയോടെയാണ് വന്നത്. മരണം വരെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളായിട്ട് ഉണ്ടാക്കുന്നതല്ല, ഭഗവാൻ തരുന്നതാണ് എന്ന സങ്കല്പത്തോട് കൂടിയിട്ടേ അതിനെ സ്വീകരിക്കാവൂ. പോകുമ്പോൾ ഒന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂല. ഇങ്ങനെ നിർമ്മല ഭക്തിയോട് കൂടിയിട്ട് ഭഗവാനെ ആരാധിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആരെയൊക്കെയാണ് ആരാധിക്കേണ്ടത് വെച്ചാൽ എല്ലാവരെയും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ചില പക്ഷഭേദങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ അതിന് ബിംബവൽക്കരണം നടത്താൻ പറഞ്ഞു. ബിംബവൽക്കരണത്തിൽ ക്ഷേത്രം ഒരു പ്രധാനമാണ്. അപ്പോൾ ക്ഷേത്രത്തിൽ രജോ ഗുണക്കാരങ്ങനെയാണ്. ക്ഷേത്രത്തിൽ ആ ബിംബത്തിൽ മാത്രമേ ഭഗവാനെ കാണുള്ളൂ. അവിടെ ചെന്നാൽ എനിക്ക് സുഖിക്കണം എന്നേ പറയുള്ളൂ. തമോ ഗുണക്കാരങ്ങനെയല്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെയും കൂടി എനിക്ക് കിട്ടണം കേട്ടോ ഭഗവാനെ എന്ന് അങ്ങനെയാണ്. അവർ നശിച്ചാലും വേണ്ടില്ല. സാത്വികക്കാരങ്ങനെയല്ല, എല്ലാവർക്കും വേണ്ടതൊക്കെ കൊടുക്കണേ. ഇങ്ങനെയുള്ള ഭാവത്തിലാണ് ഭഗവാനെ ഭജിക്കുക. അപ്പോൾ അവിടെ വേണ്ടതെന്താണ്? ഭഗവാനെ ഭജിക്കാൻ ഒരു നിയമമൊക്കെ പറഞ്ഞിട്ടുണ്ട് ക്ഷേത്രത്തിൽ. അപ്പം ആ നിയമം അനുസരിച്ച് തന്നെ ഭണ്ഡാര സമർപ്പണമായാലും തൊഴുക, പ്രദക്ഷിണം വയ്ക്കുക, നമസ്കരിക്കുക തുടങ്ങിയുള്ള കാര്യങ്ങളായാലും വഴിപാടുകൾ ഷീട്ടാക്കലായാലും. ഷീട്ടാക്കുക എന്നുള്ളതിൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ ഇപ്പോഴത്തെ ഒരു ക്രമം അങ്ങനെയാണ്, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ പായസ നൈവേദ്യങ്ങൾ ഭഗവാന് കൊടുക്കാനുള്ള ഏർപ്പാടുകളെ ചെയ്യുക എന്ന് സാരമുള്ളൂ. നൈവേദ്യാദികൾ മാത്രം ആഹരിക്കുക, തീർത്ഥം, പ്രസാദം തുടങ്ങിയുള്ളതൊക്കെ ആ രീതിയിൽ സ്വീകരിക്കുക. അതേപോലെ എല്ലാവർക്കും കുറച്ചെങ്കിലും അന്നദാനാദികൾ ചെയ്യാം. പഞ്ചയജ്ഞം എന്നുള്ള നോക്കിയാൽ പഞ്ചസൂനങ്ങളെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ഭക്തിമാർഗ്ഗമാണ്. നമ്മളതൊക്കെ കടമയായിട്ട് കർത്തവ്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക എന്നാണ്. വേണ്ടേ, ചെയ്യാതിരിക്കാൻ വയ്യല്ലോ വെച്ചിട്ട് ചെയ്യുക. ഇതൊക്കെ ഭക്തിമാർഗ്ഗമാണ്. ഭക്തി ഉണ്ടാവാനുള്ള ഉപാധികളുമാണ്. ദേവ, ഋഷി, പിതൃ, തിര്യക്ക്, അതിഥി, സസ്യജാലങ്ങൾ എല്ലാവർക്കും ആഹാരം കൊടുക്കണേ. ഭഗവാൻ പറയുന്നത് ചെയ്യും. വിശന്നിട്ട് ഒരാൾ വരികയാണെന്ന് വെച്ചാൽ എനിക്ക് വേണ്ടി ഹോമിക്കാൻ വേണ്ടി എടുത്തു വെച്ചാൽ അദ്ദേഹത്തിനാ കൊടുത്തോളൂ, ഞാൻ അതുവഴി സ്വീകരിച്ചോളാം. ബ്രാഹ്മണൻ എൻ്റെ മുഖമാണ്, ബ്രാഹ്മണനെ കൊടുക്കുക വെച്ചാൽ ഉത്തമമായി. ഭക്തന് കൊടുത്താൽ മതി എന്നർത്ഥം. അതാണ് അന്നദാനം നിർബന്ധ. അതേപോലെ വേദം ചൊല്ലാൻ പറ്റുന്നവർക്ക് അല്ലെങ്കിൽ പുരാണം പാരായണം ചെയ്യാം, നാമം ജപിക്കാം, കീർത്തനങ്ങൾ പാടാം. ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് പുല്ല് പറിക്കുക, അടിച്ചൂരുക തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അതിനൊക്കെ ഒരു സ്റ്റാഫിനെ വെച്ചെടുക്കുകയാണ് ഇപ്പോഴേ. അപ്പോൾ അതങ്ങനെ അല്ലാതെ കണ്ട് തന്നെ സേവനമായിട്ട് നമുക്കൊക്കെ ചെയ്യാവുന്നതാണ്. എല്ലാവരും ചെന്നിട്ട് അവിടെ എന്ത് പണിയാണോ ചെയ്യാനുള്ളത് വെച്ചാൽ അത് ചോദിച്ചറിഞ്ഞ് ചെയ്ത് കണ്ടറിഞ്ഞ് ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ ഭഗവത് പരിചര്യമായിട്ടാണ് കണക്കാക്കുക. അതിനൊക്കെ ഭഗവാന്റെ പ്രത്യേകമായിട്ടുള്ള അനുഗ്രഹവും വാത്സല്യമൊക്കെ ഉണ്ട്. അതൊക്കെ നിർമ്മല ഭക്തി, നിർഗുണ ഭക്തിയിൽ പെടും. നമ്മളതൊക്കെ കാറ്റഗറൈസ് ചെയ്തപ്പോൾ നമ്മളൊരു വലിയ കസവുമുണ്ടും മറ്റേ ധാരാളം ആഭരണങ്ങളൊക്കെ അണിഞ്ഞിട്ട് ക്ഷേത്രത്തിലേക്ക് ചെന്ന് പോണവരുണ്ട്, മാലകളൊക്കെ ധാരാളം ഉണ്ട്, ഭസ്മക്കുരിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ചെന്നിട്ടൊരു പുല്ല് പറിച്ചു കഴിഞ്ഞാൽ ഇയാളെന്താ ചെയ്യണം?
എന്നേ കരുതുള്ളൂ. നേരെ മറിച്ച് അവിടെ ചെന്ന് സ്റ്റേജിൽ ഇരുന്നിട്ട് ഇതൊക്കെ ഇങ്ങനെ പ്രസംഗിക്കുക വെച്ചാൽ അയാൾ കേമനായി. ഭഗവാന്റെ കണ്ണിൽ പ്രസംഗിക്കുന്ന ആളേക്കാൾ കൂടുതൽ ഇഷ്ടം ഈ പരിചര്യ ചെയ്യുന്നതാ. കുറച്ച് അടിക്കാട്ട് കണ്ടു, അത് കളഞ്ഞു, കൈയ്യഴുകി, കയ്യും കാലൊക്കെ കഴുകി ശുദ്ധമാക്കിയിട്ട് വീണ്ടും ക്ഷേത്രത്തിൽ വന്നിരുന്നു നാമം ജപിച്ചു വെച്ചാൽ അതാണ് കൂടുതൽ ഭഗവാൻ ഇഷ്ടം. ആനയെ നടക്കിയെത്തിയിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അതിനേക്കാൾ കൂടുതൽ ഈ വേണ്ടത് കണ്ടറിഞ്ഞ് ചെയ്യൽ തന്നെയാണെന്നർത്ഥം. എല്ലാ ദിവസവും വിളക്ക് വയ്ക്കാനും നേദ്യത്തിനായാലും ഇതൊക്കെ അന്നദാനാദി കാര്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതുതന്നെയാണ് കേമം. അപ്പം ഇങ്ങനെ മൃത്യുഭയത്തിന് പോലും കാരണമില്ലാത്ത രീതിയിൽ സേവനമായിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മുടെ ഈ ജീവിതം, അത് ശാരീരികമായാലും നമ്മൾ സമ്പാദിക്കുന്ന ധനം തൊട്ടുള്ള കാര്യങ്ങളെ കൊടുക്കലായാലും അങ്ങനെ വേണമെന്നാ. അപ്പം അങ്ങനെ ചെയ്യുന്നവരുടെ ഒരു ലിസ്റ്റുണ്ട്. അതിൻ്റെ ഒരു മേന്മ അതിനൊരു ക്രമമൊക്കെ ഉണ്ട്. സ്വതേ ഇപ്പോൾ കല്ലിന് അത്രയേ ചെയ്യാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ കല്ല് കുറച്ച് താഴെ നിൽക്കുക, കല്ലിൻ്റെ മീതെയാണ് അത്രയും മണ്ണിന് സ്ഥാനം. നമുക്ക് കല്ലിനാണ് മീതെ സ്ഥാനം അല്ലേ? പക്ഷേ ഇവിടെ പറയണു കല്ലിൻ്റെ മീതെയാണ് മണ്ണിന് സ്ഥാനം. അതേപോലെ അതിൻ്റെ മീതെയാണ് വൃക്ഷലതാദികൾക്ക് സ്ഥാനം, കാരണം അവർക്ക് ജീവനുണ്ട്. അതേപോലെ അതിൻ്റെ മീതെയാണ് ഇഴജന്തുക്കൾക്ക് സ്ഥാനം, കാരണം അവർക്ക് ചലിക്കാൻ പറ്റും. അതിൻ്റെ മീതെയാണ് നാൽക്കാലി മൃഗങ്ങൾക്ക്, കാരണം അവർക്ക് നീട്ട് നിൽക്കാൻ സാധിക്കും, നടക്കാൻ സാധിക്കും. അതിൻ്റെ മീതെയാണ് മനുഷ്യൻ. അതിൻ്റെ മീതെയാണ് മനുഷ്യരിൽ തന്നെ പ്രധാനികളാണ് ബ്രാഹ്മണർ. ബ്രാഹ്മണരായാൽ അതിൽ വേദജ്ഞർക്ക് കൂടുതൽ സ്ഥാനം. വേദം അറിഞ്ഞാൽ പോരാ, വേദത്തിൻ്റെ അർത്ഥം അറിയണം, പ്രയോഗം, അർത്ഥം തുടങ്ങിയുള്ളതൊക്കെ, ആന്തരാർത്ഥങ്ങളൊക്കെ അറിയണം. അതൊക്കെ സംശയം തീർക്കാവുന്നവർ, ഈ ഭക്തിയോട് കൂടിയിട്ട് യാഗപൂജാദികളെ ചെയ്യുന്നവർ, വ്രതോപവാസാദികൾ ചെയ്യുന്നവർ, പുരാണം പാരായണം ചെയ്യുന്നവർ, അവർക്കൊക്കെ കൂടുതലാണ് പ്രാധാന്യം. അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാതെ കണ്ടാണ് സത്യം പറഞ്ഞാൽ അന്ന് നടക്കണതും. അതിന് പല തട്ടുകളുണ്ട്, അതിൻ്റെ കാരണങ്ങളൊക്കെ പലതാണ്. ആ കാരണങ്ങളൊക്കെ ചിന്തിച്ച് കഴിഞ്ഞപ്പോൾ ആകെ പ്രശ്നമാവും. അപ്പം അത് വേണ്ട. അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതിനുള്ള ഫലം അറിയാതെ കൊണ്ട് ചെയ്യുമ്പോൾ അത്ര കിട്ടില്ല എന്നുള്ള ഉറപ്പാണ്. അപ്പോൾ ഭാഗവതക്കാർ ബ്രാഹ്മണരാണെങ്കിൽ അവർക്കാണ് കൂടുതൽ സ്ഥാനം. അതേപോലെ ഭാഗവതക്കാർ തന്നെ നിഷ്കാമികളാണെന്ന് കൂട്ടുക. ആഗ്രഹമില്ലാത്തവർ, ആശയില്ലാത്തവർ, ലുബ്ധമില്ലാത്തവർ, ലോഭബുദ്ധി ഇല്ലാത്തവർ, അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്. അവർ കൂടുതൽ സ്ഥാനം അർഹിക്കണം. അവധൂതന്മാരായിട്ട് ഈ ജീവൻ മുക്താവസ്ഥയിൽ സഞ്ചരിക്കുന്നവരുണ്ട്, മഹാകേമന്മാരായിട്ട്. കണ്ട വേഷം കൊണ്ടൊന്നും അറിയില്ല, പക്ഷേ യഥാർത്ഥത്തിൽ വേണ്ടത് അങ്ങനെയാണ്. അതേപോലെ ഭഗവാന്റെ ഈ ഒരു കാഴ്ചപ്പാട് നമ്മളോടുള്ള കാഴ്ചപ്പാട് ഇപ്രകാരത്തിലാണ്. എങ്ങനെ? ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള ധർമ്മമുണ്ട് ചെയ്യാനായിട്ട്. പശു പശുവിൻ്റെ ധർമ്മം ചെയ്യണം, മരം മരത്തിൻ്റെ ധർമ്മം ചെയ്യണം, മനുഷ്യൻ മനുഷ്യൻ്റെ ധർമ്മം ചെയ്യണം. അത് ചെയ്യാഞ്ഞാൽ ഈ പ്രകൃതിക്ക് നിലനിൽപ്പ് നഷ്ടപ്പെടും. ഭഗവാന്റെ ആജ്ഞാപാലകരായിട്ടുള്ള അഷ്ടദിക് പാലകന്മാരൊക്കെ അവരവരുടെ ഡ്യൂട്ടീസ് ചെയ്യുന്നത് ഭഗവാനെ ഭയന്നുകൊണ്ടാണ്. ആ ദേവന്മാരുടെ പ്രീതി നേടിക്കഴിഞ്ഞാൽ ഭഗവാങ്കൽ എത്താൻ സാധിക്കും. സർവ്വദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി. അത് കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞു നമ്മൾ. അപ്പോൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ കപില മഹർഷി അമ്മയോട് പറയാണ്, ഈ നിഷ്കാമ ഭക്തരെ തന്നെയാണ്. ഭഗവാന് സ്വതേ പ്രിയോല്ല, അപ്രിയോല്ല, സത്തില്ല, അസത്തില്ല. പക്ഷേ എല്ലാവരെയും തുല്യമായിട്ട് കാണുന്നുവെങ്കിലും യദ്യപി തുല്യദർശനാത്, ഇതേപോലെയുള്ള ഭക്തന്മാരായിട്ടുള്ള ഭാഗവതന്മാർ ലോഭമില്ലാതെ കണ്ട് പ്രവർത്തിക്കുന്നവരെ കൂടുതലായിട്ട് ഇഷ്ടമാണ് എന്ന് സാരം. അപ്പോൾ ദുർവാശികളുണ്ട്. ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതെ കണ്ട് വേണമെന്നർത്ഥം. വിനയഭാവത്തോടു കൂടിയിട്ട് എല്ലാവരേക്കാളും താഴെയാണ് ഞാൻ എന്ന് ഈ ഭാഗവത ആചാര്യൻ വിചാരിക്കുകയാണെങ്കിൽ അദ്ദേഹമാണ് ഭഗവാന് കൂടുതൽ പ്രിയങ്കരൻ. അവിടെ പ്രാധാന്യം. അപ്പോൾ ഈ ദേവന്മാർ അതേപോലെ തന്നെ ദേവസ്വരൂപം സ്വീകരിച്ചതായിട്ട്, ഇപ്പോൾ വരുണൻ ദേവനാണ്, വരുണൻ ജലം സമുദ്രമായിട്ട്.
ഇപ്പോൾ സമുദ്രം എന്തുകൊണ്ട് ഭൂമിയെ മുക്കുന്നില്ല? ഇത്രയും കാലം അത് മുക്കാൻ പാടില്ല എന്ന് ഭഗവാന്റെ ആജ്ഞയാണ്. മുക്കാളെ കഴിവുണ്ട്, അതാണ്. മുക്കാളെ കഴിവുണ്ടായിട്ടും മുക്കാത്തത് ഭഗവാന്റെ ആജ്ഞ കൊണ്ടാണെന്ന് സാരം. പ്രളയ സമയത്ത് തന്നെ മുങ്ങിക്കോളും, ഭഗവാൻ മുക്കിക്കോളും എന്നർത്ഥം, അത്രയേ ഉള്ളൂ. ഭൂമി കാണാനില്ലാണ്ടാവും, ജലം കാണാനില്ലാണ്ടാവും, അഗ്നി കാണാനില്ലാണ്ടാവും, വായു കാണാനില്ലാണ്ടാവും, ആകാശം കൂടി കാണാനില്ലാണ്ടാവും. ഇപ്പം എങ്ങനെ ഈ ആകാശം കാണാനില്ലാണ്ടാവുക ചോദിച്ചാൽ അത് ചോദിക്കരുത്, കാരണം കഥയിൽ ചോദ്യമില്ല. പഞ്ചഭൂതങ്ങൾ ഭഗവാങ്കൽ ലയിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാശം പഞ്ചഭൂതത്തിൽ ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് അതും ഭഗവാങ്കൽ ലയിക്കും, അത്രയേ ഉള്ളൂ. ഈ പ്രപഞ്ചത്തിൻ്റെ നശ്വരത നമ്മൾ നല്ലോണം കണക്കാക്കണം. അപ്പോൾ ഇതിൽ ആകാശം നശിക്കുന്നതാണ് എന്ന് അറിയണം എന്നർത്ഥം, അതാണ്. അപ്പോൾ ഭഗവാനെ അറിയാനാണ് ഞെരുക്കം. അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉപാസിക്കാൻ എളുപ്പമാണ്. അപ്പോൾ അതുവരെ കർമ്മയോഗമായിട്ട് ഇത് ചെയ്യുക തന്നെ വേണം, എന്നാലെയാണ് നമുക്ക് രക്ഷ കിട്ടുള്ളൂ. ഇതാണ്. ഇപ്പം നമ്മളിവിടെ നിന്നാണ് വന്നത്, ഇവിടെ എന്താണ് കർമ്മം, ഇനി എവിടേക്കാണ് നാം എത്തേണ്ടത്, ലക്ഷ്യം എന്താണ്, എന്തുകൊണ്ട് ഈ ഒരു ശരീരത്തിലൂടെ നമ്മൾ വന്നു, ഇതൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞു വന്നത്. കർമ്മം, കർമ്മത്തിൻ്റെ ഫലം, കർമ്മം ചെയ്യാനുള്ള പ്രേരണയായിട്ടുള്ള ഈ പ്രാരബ്ധം, അത് അനുഭവിക്കുമ്പോൾ ഉണ്ടാവുന്ന സുഖദുഃഖങ്ങൾ, ആ സ്വീകാരം കൊണ്ടുണ്ടാവുന്ന പാപപുണ്യങ്ങൾ, അത് ഇപ്രകാരത്തിൽ വേണം തീർക്കാൻ എന്നുള്ളതിനനുസരിച്ച് അതാത് കാലത്ത് മരമായിട്ടോ പശുവർഗമായിട്ടോ അല്ലെങ്കിൽ തിര്യജാതിയായിട്ടോ മനുഷ്യനായിട്ടോ ദേവനായിട്ടോ ശരീരം സ്വീകരിക്കേണ്ടി വരുന്നു. മനുഷ്യ ശരീരമാണ് മുക്തി കിട്ടാൻ ഏറ്റവും എളുപ്പം. വിശേഷ ബുദ്ധിയോട് കൂടിയിട്ട് സ്വാതന്ത്ര്യത്തോടു കൂടിയിട്ട് നമുക്കിവിടെ ജീവിക്കാൻ സാധിക്കുന്നത് ഈ മുക്തിക്ക് കാരണമായി നമ്മുടെ പ്രവർത്തനങ്ങളെ മാറ്റാൻ സാധിക്കും എന്നതുകൊണ്ടാണ്. ഭക്തിമാർഗത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് വെച്ചാൽ വളരെ എളുപ്പത്തിൽ തന്നെ മുക്തി നേടാം എന്നെല്ലാം ഇപ്പോൾ അമ്മയോട് കപില മഹർഷി പറഞ്ഞു. നമുക്ക് സത്യം പറഞ്ഞാൽ സ്വാതന്ത്ര്യമില്ല എന്നാണ് ഭഗവാൻ പറയണം. വായു മേഘങ്ങളെ എപ്രകാരത്തിലാണോ ചലിപ്പിക്കുന്നത് അതേപോലെയുള്ളൂ ഈ ജീവനെ ഭഗവാൻ ഇങ്ങനെ സഞ്ചരിപ്പിക്കുകയാണ്, സംസരിപ്പിക്കുകയാണ്. അത് നല്ലോണം അറിവുള്ള ഒരാൾക്ക് മാത്രമേ, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ജിജ്ഞാസുവിനെ ജ്ഞാനീഭാവത്തിൽ എത്താൻ സാധിക്കുള്ളൂ. ജ്ഞാനം നേടിയാൽ പോലും ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണോ എന്ന് സംശയം തോന്നും. പൂർത്തിയാക്കിയിട്ടുള്ള ആ ഒരു അവസ്ഥ കിട്ടുന്നത് വരെ, പൂർണ്ണജ്ഞാനം കിട്ടുന്നവരെ, സർവജ്ഞപീഠം കയറുന്നത് വരെ. അത് കഴിഞ്ഞാൽ പിന്നെ ജീവൻമുക്ത അവസ്ഥയാണ്. അതുവരെ നമ്മൾ വിജ്ഞാനത്തോടു കൂടിയിട്ട് ഈ ജീവൻ ശരീരത്തെ സ്വീകരിക്കുന്നതും ശരീരം ഉപേക്ഷിച്ചുകൊണ്ട് ജീവൻ പോകുന്നതും. അപ്പോൾ ജനിക്കുക മരിക്കുക എന്നുള്ളത് കുട്ടികളുണ്ടാകുന്നു, അത് നമ്മൾ കാണുന്നുണ്ട്. കാരണന്മാർ മരിച്ചു പോകുന്നു, അത് നമ്മൾ കാണുന്നുണ്ട്. നമുക്കും ഇതേ അവസ്ഥ തന്നെ ഉണ്ട്. നമ്മളിപ്പോൾ ജനിച്ചതാണ്, ഇനി മരിക്കും, വീണ്ടും ഇതേപോലെ ജന്മമെടുക്കും. ഇങ്ങനെ അറിഞ്ഞിട്ടും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. നമുക്ക് നാശമുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണില്ല. ഈ സമ്പാദിച്ചു കൂട്ടുന്നതൊക്കെ നഷ്ടപ്പെടുമ്പോൾ എന്തൊരു വിഷമമാണ് നമുക്ക് നിശ്ചയില്ല. വരുമ്പോൾ ഒന്നും കൊണ്ടുവരണില്ല, പോകുമ്പോൾ കൊണ്ടുപോകണമില്ല. പക്ഷേ എങ്കിലും അത് ദുഃഖത്തിന് കാരണമാകുന്നു. നഷ്ടബോധങ്ങൾ ശരീരത്തിന് എന്തെങ്കിലും പോഷിപ്പിക്കുന്നതിനിടയ്ക്ക് വരുന്ന വീഴ്ചകളെ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ കാരണം എന്താ? മായ. ഈ മായ കൊണ്ട് ശരീരം തന്നത് വിഷയങ്ങളെ അനുഭവിക്കാനാണ് എന്ന് തോന്നുക. വാണീ ഗുണാനുകഥനേ ശ്രവണോ കഥായാം ഹസ്തൗ ച കർമ്മസുമനസ്തവ പാതയോർന്ന സ്മൃത്യാം ശിരസ്തവ നിവാസ ജഗൽപ്രണാമേ ദൃഷ്ടി സദാം ദർശനേസ്തു ഭവത്തനൂനാം. ഇതേ ഇന്ദ്രിയങ്ങളെ കൊണ്ടാണ് കണ്ണുകൊണ്ട് ഭഗവാനെ കാണാനും എല്ലാവരിലും ഭഗവാനെ കാണാനും, മൂക്കുകൊണ്ട് ഭഗവാന് സമർപ്പിച്ചതായിട്ടുള്ള തുളസിയുടെ മണം ഏൽക്കാനും. ഈ ശരീരങ്ങൾ മുഴുവൻ തന്നത് ഭഗവാനെ ആശ്രയിക്കാനാണ്. ശരീരം ഒന്നിച്ച് നമസ്കരിക്കാൻ തന്നെയാണ്. നെറ്റി ഭഗവാന്റെ തൃക്കാൽക്കൽ ഭൂമിയിൽ മുട്ടിക്കാൻ തന്നെയാണ് തന്നത്, അല്ലെങ്കിൽ കാലിൽ മുട്ടിക്കാൻ തന്നെയാണ് തന്നത്. ആഹരിക്കേണ്ടത് മുഴുവൻ നേദിച്ചതാണ്. കേൾക്കേണ്ടത് മുഴുവൻ ഭഗവാന്റെ കഥകളോ നാമകീർത്തനങ്ങളോ ആണ്. തൊടേണ്ടത് മുഴുവൻ
എല്ലാവരിലും ഭഗവാനെ കണ്ടുകൊണ്ട് ഭഗവാനെയാണ് തൊടുന്നത് എന്ന് കണക്കാക്കണം. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഭഗവത് ഉന്മുഖമാക്കി തീർക്കുക. നടക്കുന്നത് മുഴുവൻ ഭഗവാനെ പ്രദക്ഷിണം വയ്ക്കുകയാണ് എന്ന് അറിയണം എന്നർത്ഥം. അങ്ങനെ സങ്കല്പിക്കാവൂ. എടുക്കുന്നത് മുഴുവൻ ഭഗവാന് വേണ്ടിയിട്ടുള്ള പരിചര്യയാണ് എന്ന് ഉറപ്പിക്കുക. അപ്പോഴാണ് ഈ പുല്ല് പറിക്കാനൊക്കെ സാധിക്കണത്, പാത്രം മോറാനൊക്കെ സാധിക്കുന്നത്. അവിടെ മാനാഭിമാനമൊന്നുമില്ല. ഭഗവാന് വേണ്ടി ചെയ്യുമ്പോൾ അതിന് മാനാഭിമാനങ്ങളില്ല. അവനവൻ്റെ ഊണ് കഴിച്ചതായിട്ടുള്ള കിണ്ണം കുട്ടിക്കാലം മുതലേ വൃത്തിയാക്കാനുള്ള ഒരു ശീലം, ഒരു ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് ഈ ഒരു ഭാവം ഉണ്ടാവും. അവനവൻ്റെ വസ്ത്രങ്ങൾ അവനവൻ തന്നെ തിരുമ്പുക തുടങ്ങിയുള്ള കാര്യങ്ങൾ, മുറി വൃത്തിയാക്കുക, അടിച്ചു വാരുക തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിക്കുകയാണെങ്കിൽ അത് എത്ര വലിയ ആളായാലും സ്വയമേവ ചെയ്യും. എന്താ കാരണം? സമയമുണ്ടെങ്കിൽ ചെയ്യും, സമയമില്ലാച്ചാൽ ചെയ്യണ്ട, കുഴപ്പമില്ല. അപ്പോൾ ഇത് വേണ്ടി വന്നാൽ ചെയ്യാൻ സാധിക്കണം. ഈ വിനയം വേണമെന്നർത്ഥം. ഇപ്പോൾ ഭഗവാന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ, ക്ഷേത്രത്തിലെത്തിക്കഴിഞ്ഞാൽ അവിടെ ഇത് ചെയ്യാൻ ഈ എല്ലാവരാലും മാനിക്കുന്നതായിട്ടുള്ള ഒരാൾക്കും ചെയ്യാൻ സാധിക്കണം, ഏത് പദവിയിലായാലും. അതാണ് ഒന്നിനോടും ആസക്തി ഇല്ലാതെ കണ്ട് ഭഗവത് സേവയായിട്ട് ഇങ്ങനെ ചിന്തിക്കാൻ സാധിച്ചു, ചെയ്യാൻ സാധിച്ചു എങ്കിൽ, സമ്പാദിക്കുന്നത് മുഴുവൻ എല്ലാവർക്കും വേണ്ടി കൊടുക്കാൻ സാധിക്കുന്നുവെങ്കിൽ, ഈ വിശേഷ ബുദ്ധിയോട് കൂടിയിട്ട് ഭഗവാങ്കൽ എത്താനുള്ള പ്രവർത്തനങ്ങളാണ് നാം ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കിയെങ്കിൽ, കുട്ടിക്കാലം മുതലേ ഇത് ചെയ്ത് ശീലിക്കുകയാണെങ്കിൽ യൗവനത്തിൽ ഈ അബദ്ധം സംഭവിക്കില്ല. അതല്ലെങ്കിൽ ഞാൻ കുറേ സമ്പാദിച്ചു, എനിക്ക് പലതും കിട്ടി, ഞാൻ ഭാഗ്യവാനാ എന്നൊക്കെ പറയുന്ന, നല്ല ഭാര്യയെ കിട്ടി, നല്ല ഉദ്യോഗം കിട്ടി, ധാരാളം സമ്പാദ്യം കിട്ടി, ധാരാളം വീടുകൾ, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വീടുകളുണ്ട്. ഒറ്റ വീടല്ല, ബാങ്കിലൊക്കെ നിറച്ച് പൈസ, ബാങ്ക് ബാലൻസുകൾ, അനവധി ബാങ്കുകളിലെ അക്കൗണ്ട്, അതിലൊക്കെ ധാരാളം പൈസ. അങ്ങനെയല്ലേ എല്ലാവരും എന്നെ മാനിക്കണു, ഞാൻ കേമനാണ്, വിദ്യയുണ്ട്, സൗന്ദര്യമുണ്ട്, ആകാരമുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എൻ്റെ കഴിവായിട്ട് നമ്മൾ കണക്കാക്കുക. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ചായിട്ട് അധപ്പതിക്കുകയാണെന്ന് മനസ്സിലാവണില്ല ആ സമയത്ത്, അഹങ്കാരം വന്നിട്ടേ. അതേപോലെ ആസക്തിയോട് കൂടിയിട്ടാണ് പിന്നീട് നല്ല ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്, അപ്പോൾ ആ കുട്ടികളോടും ആ ഭാര്യയോടും ആസക്തി. പിന്നെ ഇപ്പോൾ ഈ കണ്ടതും അനുഭവിച്ചതും ഇതൊക്കെ സമ്പാദ്യങ്ങളാണല്ലോ. ഈ സമ്പാദ്യങ്ങളെ നിലനിർത്താൻ വേണ്ടിയിട്ട് വല്ലാത്ത പരിശ്രമമാണ്. അതൊക്കെ എന്ത് വരും? ഇതാണ് സുഖം എന്ന് തെറ്റിദ്ധരിച്ചു കൊണ്ട് ഭഗവാനെ അറിയാനോ ഭഗവാങ്കൽ നമ്മുടെ മനസ്സിനെ എത്തിക്കാനോ സാധിക്കുന്നില്ല. സച്ചിദാനന്ദത്തെ അനുഭവിക്കാൻ സാധിക്കാണ്ട് ഇന്ദ്രിയ സുഖങ്ങളിൽ പെട്ട് കുടുങ്ങിപ്പോവും. ക്രമേണയായിട്ട് ഈ അഹങ്കാരം വന്ന് നമ്മളിങ്ങനെ വീഴ്ച വരും, അധപ്പതനം വരും. കുറേശ്ശെ അധർമ്മങ്ങൾ നമ്മളറിയാതെ കണ്ടാണ് വരുന്നത്, പക്ഷെ അത് വരും. ഇത്രയും യൗവനം, ഇത്രയും സമ്പാദ്യം, എന്നാൽ ആ സമയത്ത് ലേശം നമ്മൾ ഈ ആപത്ത് കാലത്ത് കുറേ കാവത്ത് നട്ട് കഴിഞ്ഞാൽ, സമ്പത്ത് കാലത്ത് ഈ കാവത്ത് നട്ട് കഴിഞ്ഞാൽ ആപത്ത് കാലത്ത് കിട്ടുന്നൊരു പഴഞ്ചൊല്ലുണ്ട്. എന്ന കൂട്ടത്തിൽ ഇപ്പോൾ കുറേ ഉപാസന ചെയ്താലേ അത് ഭാവിയിലേക്ക് ഗുണമായിട്ട് വരൂ. ഇത് ഓർമ്മ ഉണ്ടാവില്ല. ഭഗവാനെ ഭജിക്കാനുള്ള സാമർഥ്യം ശാരീരികമായിട്ട് നഷ്ടപ്പെട്ടു എന്ന് കൂട്ടുക, ക്രമേണ മനസ്സിനെയും ബാധിക്കും. അപ്പോൾ ഒന്നും സമ്പാദിക്കാൻ പറ്റില്ല, ജ്ഞാനങ്ങളൊന്നും സമ്പാദിക്കാൻ പറ്റില്ല. ഭൗതിക ജ്ഞാനമല്ല, ഈശ്വരപരമായിട്ടുള്ള ജ്ഞാനങ്ങൾ, വേദമായാലും പുരാണമായാലും ഉപനിഷത്തായാലും ഇതൊന്നും കിട്ടില്ല. അപ്പോൾ പിന്നെ എങ്ങനെ ഉപാസിക്കുക? നിശ്ചയില്ല. എന്നിട്ടും ഭഗവാൻ പറഞ്ഞിട്ട് കേട്ടോ, എൻ്റെ നാമം ജപിച്ചാൽ മതി. സഹസ്രനാമത്തിൽ നാമങ്ങൾ ധാരാളമുണ്ട്, ഏത് നാമം ഉപയോഗിച്ചാലും കുഴപ്പമില്ല. ഇതൊന്നും പറ്റാതെ കണ്ട് അനവധി സമ്പാദിച്ച് കൂട്ടിയുണ്ട്, കുറേ ആൾക്കാരുണ്ട്, അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ചെയ്ത് കൊടുത്തത്. പക്ഷേ നമുക്ക് പ്രായമായി, പണിയെടുക്കാൻ പറ്റാണ്ടേ, സമ്പാദ്യം ഇല്ലാണ്ടേ. അപ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ പണിയുണ്ട്, സമ്പാദ്യമുണ്ട്, കാരണം നമ്മൾ സമ്പാദിച്ച് കൊടുത്തതാണ്. അപ്പോൾ അവർക്ക് നമ്മളൊരു തടസ്സമായി. കാരണന്മാരായിട്ട് നമ്മളെ ഈ മുത്തൻമൂരിയെ ഒരുത്തിയിൽ കൊണ്ടുപോയിട്ട് കിട്ടില്ലേ, ചാവണ വരെ എങ്ങനെയാലും കഴിഞ്ഞോട്ടെ. ചിലർ വിൽക്കുക ചെയ്യുക, അറക്കാൻ കൊടുക്കും. അങ്ങനെയല്ല, ഇതിപ്പോൾ അതിന് പാകില്ല. അപ്പോൾ അതുകൊണ്ട് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ഒരു മൂലയിലുള്ള മുറിയിൽ ആർക്കും ശല്യം ഇല്ലാണ്ട്, അച്ഛൻ അങ്ങനെ ഉമ്മറത്തേക്കൊന്നും വരരുത് കേട്ടോ, മുത്തശ്ശ അവിടെ പോയിട്ട് ഇരുന്നോളൂ, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. മുത്തൻമൂരിയായിട്ട് എവിടെയെങ്കിലും കിടക്കേണ്ടി വരും. നായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കണ പോലെ എല്ലാവരെയും കഴിഞ്ഞാൽ ലേശം കൊണ്ടുതരും. ഇത്രേ കഴിക്കാൻ പാടുള്ളൂ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെന്നും പറയും. ഇഷ്ടമുള്ളതൊന്നും തരില്ല, ഇഷ്ടമില്ലാത്തേ തരൂ. പഞ്ചാര പായസം ചോദിച്ചാൽ കയ്പയ്ക്ക നീര് തരും. ഷുഗർ ഉണ്ടേ.
ഷുഗറും പ്രഷറുമായിട്ട് പലതും നമുക്ക് രോഗങ്ങൾ ധാരാളമുണ്ട്. അപ്പോൾ ഈ മുത്തമ്മൂരിയായിട്ട് ഇങ്ങനെ അവസാനം എന്തായി, കിടപ്പായി. കിടപ്പായാൽ ബാക്കിയുള്ളവരൊക്കെ വരെ ഇപ്പോഴാണ് മരിക്കുക. അപ്പോൾ തോന്നി ഞാൻ മരിക്കാറൊന്നും ആയിട്ടില്ല എന്ന്. കുറച്ചുകൂടി കഴിഞ്ഞാലോ എന്താ മരിക്കാത്തതെന്നായി. കൈക്കറിയും കൂടി വേണ്ടി വരുമോ നിശ്ചയില്ല. അപ്പോഴേക്കും ഇവിടെ തീരെ വയ്യാണ്ടേ, എല്ലാറ്റിനും പരസഹായം വേണം. അപ്പോൾ ഒരാളും വരണമില്ല. എന്താ ആരും എന്നെ തിരിഞ്ഞു നോക്കാത്ത എന്നായി. വന്ന് അപ്പോൾ ശുശ്രൂഷിക്കാൻ വന്നപ്പോൾ ഞാൻ മരിക്കാറായിട്ടില്ല എന്നും തീരെ വയ്യാണ്ടായപ്പോൾ ഒരാളും തിരിഞ്ഞു നോക്കാണ്ടായി. അപ്പോൾ എന്താ എന്നെ നോക്കാത്തതെന്നും. ഇതാണ് നമ്മുടെ ഒരു അവസ്ഥ. ഒരു മാർഗ്ഗമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മരിച്ചു. മരിച്ചപ്പോൾ എന്താണ്, യമദൂതന്മാർ വന്നു. കാരണം പുണ്യം കുറച്ച് കുറവാണ്, പാപം കുറേ ഉണ്ടേനി. എന്നാൽ പോവല്ലേ, ഇതുവരെ നടന്നിരുന്നൊക്കെ മുമ്പാല കാറിൽ, കോണ്ടസ കാറിലാണ്. പക്ഷേ ഇനി പോകേണ്ടത് അങ്ങനെയല്ല. അത് 99,000 യോജന 2 മുഹൂർത്തം കൊണ്ട് പോകണമെന്ന 2 ലക്ഷം കിലോമീറ്ററൊക്കെ ഉണ്ടേ. അവിടേക്ക് ഈ 1.5-1.25 മണിക്കൂർ കൊണ്ട് അവിടെ എത്തണം. നല്ല അടി തന്നെ അത്രേ കിട്ടുക. എവിടെയും തങ്ങാൻ പറ്റില്ല. കാരണം ശരീരത്തിലേക്കാണ്ട് കയറ്റും, കയറിട്ടിട്ടാണ് കൊണ്ടുപോയി യമദൂതന്മാരെ അടിക്കുക, പിടിക്കുക, എന്തൊക്കെയാച്ചൊക്കെ ചെയ്യും. എന്നിട്ട് നരകത്തിൽ കൊണ്ടുപോയിട്ട് ഇടുന്ന അവിടെ ഈ മാംസം മുറുക്കിയേ അല്ലെങ്കിൽ ഉരിഞ്ഞു കളയേ എന്തൊക്കെയാണ് ചെയ്യാൻ ശരിയാ. നായ്ക്കളെ കൊണ്ട് കടുപ്പിക്കും, പാമ്പുകളെ കൊണ്ട് കടുപ്പിക്കും, ആനയെ കൊണ്ട് ചവിട്ടിക്കും, എണ്ണയിലിട്ട് വറക്കും, മറ്റേ പർവ്വതത്തിൽ നിന്ന് താഴെയിടും, ഇരുമ്പ് പ്രതിമയെ ആലിംഗനം ചെയ്യിക്കും, വൈതരണി നദിയുണ്ട് അതിൽ കൂടെ ഇങ്ങനെ നടത്തിക്കും, അല്ലെങ്കിൽ നീന്തിക്കും, സൂചിമുഖം, വിഷപ്പുക ശ്വസിക്കുക. ഇങ്ങനെയൊക്കെ നരകങ്ങൾ ധാരാളമുണ്ട്. 28 നരകങ്ങളുണ്ടെന്നാ ദേവീഭാഗവതമൊക്കെ പറയണേ. 86 തരം നരകങ്ങളുണ്ടെന്നാ. അപ്പോൾ ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കണം. അമ്മയോട് പറഞ്ഞ്, അമ്മ നരകം സ്വർഗമൊക്കെ ഇവിടെയുണ്ട് കേട്ടോ. അമ്മ അത് അത്ര കാര്യമാക്കില്ല. പക്ഷെ നമ്മളോട് പറഞ്ഞ ഭഗവാനെ, ഇവിടെ അത്രയവ സ്വർഗവും നരകമായവ, അങ്ങനെയാണ് പറഞ്ഞു ഭഗവാൻ. ഈ ശരീരപോഷണത്തിന് കുടുംബാരാമന്മാരായിട്ട് ജീവിച്ചാൽ ഇങ്ങനെയൊക്കെ ചില കുഴപ്പമുണ്ട്. വീണ്ടും പിന്നെന്താ ഉണ്ടാവുക, നരകം തീർന്നു കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് കുറച്ച് കാലം ഉണ്ടാച്ചാൽ അവിടെയും കഴിഞ്ഞതിന് ശേഷം വീണ്ടും മർത്യജന്മം തന്നെ വേണ്ടി വരും, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ജന്മം വേണ്ടി വരും. 7.5 കോടി ജന്മമൊക്കെ ഉണ്ടത്ര. എന്നിട്ടാണ് ശരീരം കിട്ടുക, മനുഷ്യ ശരീരം കിട്ടുക. അങ്ങനെയൊക്കെ കിട്ടിയിട്ട് പുണ്യപാപമൊക്കെ തുല്യമായി കഴിഞ്ഞാലാണ് മനുഷ്യ ശരീരം കിട്ടുക. അങ്ങനെ പുണ്യം പാപം 0 ആയാലേ മുക്തി കിട്ടുള്ളൂ. അങ്ങനെ ഇവിടെ വരും. എന്നിട്ട് ഈ 84 ലക്ഷം ജീവികളിൽ ഒരു ജീവി മാത്രമാണ്, ജന്തുവാണ് മനുഷ്യനെ. ആ മനുഷ്യൻ്റെ ഗർഭത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പുണ്യം പാപം തുല്യതയായാലേ മനുഷ്യജന്മം കിട്ടുള്ളൂ കേട്ടോ. അപ്പോഴാണ് ഇതിനൊരു ക്രമമുണ്ട് ജീവൻ്റെ സഞ്ചാരത്തിന്. ജലം നീരാവിയായിട്ട് സൂര്യനാൽ ആകർഷിക്കപ്പെട്ട് മുകളിലേക്ക് വന്ന് അവിടെ മേഘത്തിൻ്റെ ഉള്ളിൽ പെട്ട്, പിന്നെ മേഘം ഘനീഭവിച്ച് മഴയായിട്ട് വരുമ്പോൾ ആ മഴയിലൂടെ സൂര്യനിൽ നിന്നും താഴേക്ക് വന്ന് ഭൂമിയിലേക്ക് എത്തി. ഭൂമി അത് സസ്യം വേരിലൂടെ സ്വീകരിക്കാവുന്ന രീതിയിൽ ജീവനെ സഞ്ചരിപ്പിക്കുന്ന, അങ്ങനെ അത് ധാന്യത്തിലോ അല്ലെങ്കിൽ അന്നജം എന്ന് പറയാം. നമ്മളൊക്കെ ജീവൻ സ്വതേ അന്നജാണെന്നാണ് പറയാം. അപ്പോൾ അതുകൊണ്ട് ഈ ആഹാരം അന്നമാണ്. അന്നം കിട്ടിയില്ല വെച്ചാൽ നമ്മൾ മരിച്ചു പോകും. 32 ദിവസം അന്നം കിട്ടിയില്ല വെച്ചാൽ മരിച്ചു പോകും. അങ്ങനെ അന്നജത്തിലൂടെ ഈ ആഹാരം, അങ്ങനെ രക്തം, ബീജം വഴി ഈ ഗർഭത്തിലേക്ക് പ്രവേശിക്കും. രേതസ് വഴി എന്നാണ് പറയുക. അപ്പോൾ അങ്ങനെ ഗർഭത്തിലേക്ക് എത്തുമ്പോൾ അവിടെ ഒരു ക്രമമൊക്കെ പറയുന്നുണ്ട്. ഈ അണ്ടുമായിട്ട് തീരുന്നു, അത് കഴിഞ്ഞാൽ പിന്നെ ഒരു മഞ്ചാടിക്കുരു എന്നുള്ള രീതിയിൽ, പിന്നെ ക്രമേണയായിട്ട് 1 മാസം കൊണ്ട് ശിരസ്സൊക്കെ ഉണ്ടാവും, 2 മാസം കൊണ്ട് കയ്യ് കാല് എങ്ങനെയൊക്കെ ഉണ്ടാവും, 3-ാമത്തെ മാസത്തിൽ സ്ത്രീ പുരുഷ ഭേദം ഉണ്ടാവും, എന്ന് വെച്ചാൽ ലിംഗങ്ങളുണ്ടാവും, ആണ് പെണ്ണെന്നൊക്കെ അറിയാറോ. 4-ാം മാസമായപ്പോഴേക്കും സപ്തധാതുക്കളൊക്കെ ഉണ്ടാവും. ത്വക്, ചർമ്മ, രോമ, രുധിരമേധോ, മജ്ജാസി, ധാതവ, അതൊക്കെ ഉണ്ടാവും. പിന്നെ 5-ാം മാസമായപ്പോഴേക്കും വിശപ്പും ദാഹമൊക്കെ സ്വയമേവ അറിയാൻ തുടങ്ങും. പക്ഷെ ആ ബുദ്ധി കുറേശ്ശെ ഇങ്ങനെ വരാൻ തുടങ്ങും. പിന്നെ 6-ാം മാസമായപ്പോഴേക്കും ജരായുവാൽ ഒരു ആവരണം ഉണ്ടാവുന്ന, ഈ ഒരു ആവരണം പണ്ടുണ്ട്, പക്ഷേ പുറത്തേക്ക് പോകാൻ പറ്റാത്ത രീതി. പിന്നെ കുറച്ച് പുറത്തേക്ക് പോകാനുള്ള അംഗചലനങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴേ ഒക്കെ പ്രശ്നമാണ്. അപ്പോൾ അത് കാരണം അങ്ങോട്ട് ഒരു സഞ്ചി വന്നങ്ങോട്ട് മൂടും, പിന്നെ ഒന്നും പാകില്ല.
അങ്ങനെ മാതാവിൻ്റെ ഗർഭത്തിൽ 7-ാം മാസം ആകുമ്പോഴേക്കും മറ്റേ ബോധമൊക്കെ ഉണ്ടാവുന്ന. അപ്പോൾ ആ സമയത്ത് ഈ ആഹാരം കഴിക്കുന്ന അമ്മമാർക്ക് ചൂട്, എരി, പുളി ഇതിനൊക്കെ ഒരു നിയമമുണ്ട്. അതിനൊക്കെ കൂടുതൽ കുറേശ്ശെ സ്വാദ് നോക്കിയിട്ട് കഴിക്കും. കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ പറയും വേണ്ട. പിന്നെ ഇഷ്ടത്തിനനുസരിച്ചാണ്. എന്തായാലും അതൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഈ ബോധത്തോട് കൂടിയിട്ട് ഇത് സഹിക്കാൻ വയ്യാതെ കണ്ട് അപ്പം ഇങ്ങനെ കുറേശ്ശെ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ ത്രികാല ജ്ഞാനം ഉണ്ടാവുന്ന. ഈ ത്രികാല ജ്ഞാനം ഉണ്ടാവുമ്പോൾ ഭഗവാനെ നന്നായിട്ട് സ്തുതിക്കാനൊക്കെ തുടങ്ങും. ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഭഗവാൻ ഈ അവതാരാദി സ്വേച്ഛോപാത്തവപുമായിട്ട് പലതരത്തിൽപ്പെട്ടതായിട്ടുള്ള മത്സ്യക്കൂർമ്മ, വരാഹാദി അവതാരങ്ങളൊക്കെ എടുക്കുന്നത് ഭക്തന്മാരെ അനുഗ്രഹിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ സ്മരിക്കും. തൻ്റെ ജന്മവും സ്മരിക്കും. പൂർവ്വജന്മ സ്മൃതിയൊക്കെ നല്ലോണ്ടാവും. അപ്പോൾ അന്ന് ചെയ്തിട്ടുള്ള ചില ചീത്ത പ്രവൃത്തികളെ കൊണ്ടല്ലേ, ദുഷ്കർമ്മത്തെ കൊണ്ടല്ലേ ഇപ്രകാരത്തിൽ എനിക്ക് ജന്മവാസം വേണ്ടി വന്നത്, ഗർഭവാസം വേണ്ടി വന്നത് എന്നൊക്കെ തോന്നും. ഈ കർമ്മവാസന ഒന്ന് തീർത്തു തരാൻ എന്താ വേണ്ട? ഈ പഞ്ചഭൂതാത്മകമായിട്ട് ദേഹത്തുനിന്ന് രക്ഷ കിട്ടാൻ എന്താ വേണ്ടത്? ഇവിടെ സഹിക്കാൻ വയ്യ, വേദനയ്ക്ക് 4 പുറം ഇങ്ങനെ പുഴുക്കടിയും ഒക്കെ കൊണ്ടിട്ട് വല്ലാത്ത പ്രശ്നമാണ്. മാത്രമല്ല ഈ ചൂടും എരിയും നീറലും ഒക്കെ ഉണ്ടാവും. പറയണ്ട. ഈ മായയിൽപ്പെട്ടിട്ട് ഇനി എന്നെ കഷ്ടപ്പെടുത്തരുതേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും, ഭഗവാനെ നമസ്കരിക്കും. ത്രികാലജ്ഞാനം നഷ്ടപ്പെടരുതേ, ഇത് എന്നും ഉണ്ടാവണേ, ജനിച്ചാലും ഉണ്ടാവണേ. ഇനി ജനിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭഗവാനെ മാത്രം ഭജിക്കാനുള്ള ബുദ്ധി തരണേ, ലൗകിക വിഷയത്തിൽ പെടുത്തരുതേ, ഭക്തി തരണേ. മനുഷ്യജന്മം തന്നതിന് ഭഗവാന് നന്ദി പ്രകാശിച്ചുകൊണ്ട് നല്ലോണം വേദം എന്തൊക്കെയാണോ പറഞ്ഞെന്ന ഈ വക കാര്യങ്ങളൊക്കെ വെച്ചാൽ അതൊക്കെ ഓർമ്മ വന്നിട്ട് അതിനനുസരിച്ചുള്ള സ്തുതിയൊക്കെ ചെയ്യും. ഇപ്പം ഈ പക്ഷിമൃഗാദികൾക്ക് ഒക്കെ ആഹാര, നിഹാര, നിദ്ര, മൈഥുനാദികളൊക്കെ സ്വതേ കിട്ടും. അപ്പോൾ അതേപോലെ തന്നെ എന്നെയും ഈ മനുഷ്യജന്മത്തിലായിട്ടും അങ്ങനെ ഒരു ചീത്ത ഭാവത്തിൽ എന്നെ എത്തിക്കരുതേ. ഈശ്വരനെ അറിയാൻ സാധിക്കണേ, ഭജിക്കാൻ സാധിക്കണേ, മൃഗബുദ്ധി അല്ലെങ്കിൽ പശുബുദ്ധി ഉണ്ടാവരുതേ. ഈ ജന്മം കൊണ്ടെങ്കിലും മുക്തി നേടാനുള്ള അനുഗ്രഹം ഭഗവാൻ തരണേ. പ്രപഞ്ചത്തിനോട്, ഭൗതികയോട്, ഈ ലൗകികതയോട്, സന്ധു, ബന്ധു ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അതിനോടൊന്നും താല്പര്യം ഉണ്ടാവരുത്. സമ്പാദ്യത്തിനൊന്നും താല്പര്യം ഉണ്ടാവരുത്. സമ്പാദ്യം വേണ്ടത് ഇത്രയേ ഉള്ളൂ. ഭഗവത് സ്മരണയാണ് സമ്പാദ്യമായിട്ട് കിട്ടേണ്ടത്. ഭഗവത് ഉപാസനയാണ് പുണ്യമായിട്ട് സമ്പാദിക്കാൻ സാധിക്കേണ്ടത്. അപ്പോൾ മുഴുവൻ കടങ്ങളും തീർക്കാവുന്ന രീതിയിൽ പഞ്ചയജ്ഞങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഭഗവാനെ എപ്പോഴും ഈ നിരാശ വരാത്ത രീതിയിൽ ജന്മത്തെ സഫലമാക്കി തീർക്കണം. സംസാരം ഇനി വരരുത്, ആ രീതിയിൽ എന്നെ രക്ഷിക്കണം. ഇങ്ങനെ ഞാൻ ഭജിച്ചോളാട്ടോ, കർമ്മങ്ങൾ മുഴുവൻ ഭഗവത് അർപ്പിതമായിക്കൊണ്ട് ചെയ്തോളാം. ത്രികരണങ്ങൾ മനസാവാച കർമ്മണ, അത് ഞാൻ ചെയ്തോളാം എന്നൊക്കെ ഭഗവാനോട് സത്യം ചെയ്യും. അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കി തരണേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. എന്നിട്ടാണ് പ്രസവിക്കണ ആ സമയത്ത് 10 മാസമായിട്ടുണ്ടാവും. 7 മാസം മുതൽ 10 മാസം വരെ. ഇപ്പോൾ ഈ ഗർഭവാസത്തിലൊക്കെ പുരാണാദികളൊക്കെ അമ്മമാരെ കേൾപ്പിക്കണം, ഗർഭിണികളെ കേൾപ്പിക്കണം. പുരാണാച്ച പുരാണം, വേദാച്ച വേദം, അതേപോലെ നെയ്യ് ജപിച്ച് കൊടുക്കുക, സൂക്തങ്ങളൊക്കെ ജപിച്ചിട്ടേ ഒരു മുറ മൊത്തം ജപിച്ചിട്ട് കൊടുക്കായാലും കുഴപ്പമില്ല. അതങ്ങനെ അതാ ഉണ്ണിയിൽ ഇതിൻ്റെ സ്വാധീനം വരും. പ്രഹ്ലാദൻ ഒക്കെ ഗർഭത്തിലിരുന്ന് കേട്ടു, അഭിമന്യു ഗർഭത്തിലിരുന്ന് കേട്ടു. അഭിമന്യുവിന് മുഴുവൻ കിട്ടിയില്ല, പൂർത്തിയാക്കാൻ സാധിച്ചില്ല. അർജുനൻ മുഴുവൻ പറഞ്ഞു കൊടുത്തില്ല. ആ കാരണം എന്തായി? പത്മവ്യൂഹത്തിൽ പെട്ടുപോയി, മരിച്ചു, പുറത്തെടുക്കാൻ പറ്റിയില്ല. അതാണ്. അപ്പം അങ്ങനെയായിട്ട് കാര്യമില്ല. പ്രഹ്ലാദനെ പോലെ ഗർഭത്തിലിരുന്നു കൊണ്ട് മുഴുവനും കേൾക്കാൻ സാധിക്കണം, ഭഗവത് ഭക്തനായിട്ട് ജനിക്കാൻ സാധിക്കണം. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ അമ്മ ഗർഭിണികളെ കേൾപ്പിക്കണം. കുട്ടിക്കാലത്ത് മുതലൊക്കെ തന്നെ ഈ പുരാണങ്ങളൊക്കെ പഠിപ്പിക്കുകയും വേണം. സംസ്കൃതവും പഠിപ്പിക്കണം, വേദവും പഠിപ്പിക്കണം, പുരാണങ്ങളും പഠിപ്പിക്കണം. പുരാണത്തിലുള്ള ഈ സത്ത അതെന്താണെന്നുള്ളത് അറിയണം. നമ്മുടെ സ്വത്വം എന്താണെന്ന് അറിയണം, നമ്മുടെ ലഘുത്വം അറിയണം, നമ്മുടെ ഭഗവാന്റെ മഹത്വവും അറിയണം. ഭഗവാൻ എന്തുകൊണ്ട് ഇത്രയും 30 കോടി ദേവകളുണ്ട്, എന്തുകൊണ്ട് ഈ ദേവന്മാർ
ഈ ആയുധ ആഭരണങ്ങളൊക്കെ പ്രത്യേകമായിട്ടുള്ള രൂപം, മഹാദേവൻ്റെ രൂപം, ഭദ്രകാളിയുടെ രൂപം, വിഷ്ണുവിൻ്റെ സാത്വിക രൂപം, ബ്രഹ്മാവിൻ്റെ ഈ ആരാധന ഇല്ലാത്തതായിട്ടുള്ള ഭാവം, എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കണമെന്ന് എല്ലാ കുട്ടികൾക്കും ഇതിങ്ങനെ പറഞ്ഞു കൊടുക്കണം. ലോകത്തിൽ എങ്ങനെ ഈ ജന്മം കിട്ടി എല്ലാം അറിയണം എന്നർത്ഥം. ജനിച്ച സമയത്തുണ്ടാവുന്ന ഈ കുട്ടികൾക്ക് അമ്മമാർക്ക് വിവരമില്ലാത്തതുകൊണ്ട് ആദ്യം കരഞ്ഞില്ലാച്ചാലാ വിഷമം, പിന്നെ കരഞ്ഞാലാ വിഷമം. ശൈശവം അതികഠിനാന്നാ കപില മഹർഷി പറയണം. 3 വയസ്സായിട്ടുണ്ട് ആ സമയത്ത്. അപ്പോൾ ഭഗവാൻ പറയാം ശൈശവം വളരെ കഷ്ടമാണ്. കൊതു ഒക്കെ ഇരുന്ന് കടിക്കുന്ന സമയത്ത് കരഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ മുല തരും. നല്ല വിശക്കണ സമയത്ത് ഉറങ്ങാനാ വിചാരിച്ച് പാട്ടും പാടും. ഇതൊക്കെയല്ലേ അമ്മ അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ കാര്യം പറഞ്ഞതാ. അതേപോലെ വേണ്ടത് വേണ്ട സമയത്ത് രക്ഷിതാക്കൾക്ക് ചെയ്യാൻ അറിയാത്തത് കൊണ്ട് ഈ ബാല്യ യൗവനങ്ങൾ വളരെ കഷ്ടമായിട്ടാണ് പോവുക. വിദ്യാഭ്യാസം വേണ്ട രീതിയിൽ കിട്ടില്ല. ഭൗതിക വിദ്യാഭ്യാസം കാശുണ്ടാക്കാനുള്ളതൊക്കെ കിട്ടണം ചിലപ്പോൾ. അതന്നെ വേണ്ടെങ്കിൽ ആവുമോ നിശ്ചയമില്ല. യൗവനം ആവണതിൻ്റെ മുന്നേ ആയിട്ട് തുടങ്ങിയ ഈ അടുത്ത കല്യാണം തുടങ്ങിയുള്ള കാര്യങ്ങൾ, കല്യാണമായി, കുട്ടികളായി, തടസ്സങ്ങൾ അനവധിയായി, ഈശ്വരനെ ഉപാസിക്കാനുള്ള കഴിവില്ലാണ്ടേ ഈ സ്ത്രീയുടെ അംഗചലനങ്ങൾ മറ്റു കാര്യങ്ങളിലൊക്കെ പെടും നമ്മളെ. ഭഗവാൻ പറയുകയാണ് നരനാരായണന്മാർ മാത്രമേ ഈ സ്ത്രീയുടെ മായയിൽ പെടാതെ രക്ഷപ്പെട്ടിട്ടുള്ളൂ. ഉർവശി ഉണ്ടാക്കിയിട്ട് ഇന്ദ്രന് കൊടുത്തു, ബാക്കിയുള്ളവർക്കൊന്നും തരായിട്ടില്ല. അപ്പോൾ വിശ്വാമിത്രനായാലും ശരി, പലരും അതെ. മാർക്കണ്ഡേയനൊക്കെ അതിൽ പെടാത്ത ആളാട്ടോ. ഇങ്ങനെ വളരെ കുറച്ചേ ഉള്ളൂ. സ്ത്രീ ശക്തി ആ മായയെ ജയിക്കാൻ അത്ര എളുപ്പമല്ല എന്നാ. ബ്രഹ്മാവ് പോലും ഈ സരസ്വതി മകളാണ് കാമിച്ചു എന്ന് പറയുന്നുണ്ട്. പിന്നെ അതിൽ കൈകൊള്ളൊന്നും പറയാനില്ല. വളരെ കഷ്ടമാണ്. പിന്നെ ജയിക്കൽ എളുപ്പമല്ല. ചക്രവർത്തിമാരൊക്കെ ഈ അന്തഃപുരത്തിലെത്തിയ സ്ത്രീകൾക്ക് അടിമയാണ്. ചക്രവർത്തി എന്ന് പറഞ്ഞാൽ ഭൂമി മുഴുവൻ എല്ലാ രാജാക്കന്മാരെയും ഒന്നുകിൽ ജയിക്കണം അല്ലെങ്കിൽ സന്ധി ചെയ്യണം, അങ്ങനെയാണ്. അപ്പോൾ അവർ ഈ കൊട്ടാരത്തിൻ്റെ അകത്തെത്തിയാൽ സ്ത്രീകൾക്ക് അടിമയാണ്. അപ്പോൾ ഇതെൻ്റെ മായയാണ്, അതിന് മറികടക്കാൻ അത്ര എളുപ്പമല്ല. അമ്മ കാണാറില്ലേ മൃഗങ്ങൾ, ഈ മാനമൊക്കെ അങ്ങനെയാണ് അത്രേ. അതിൻ്റെ ഒരു കഥ തന്നെ അതിൽ സൂചിപ്പിക്കുന്നുണ്ട്. മാനിന് ഇണയോടുള്ള ഈ താല്പര്യം ആ സമയത്ത് ഇങ്ങനെ പുല്ല് തിന്നുകൊണ്ടേയിരിക്കും. എന്നിട്ടാണ് ഇണയുടെ അടുത്തേക്ക് എത്തുക. അപ്പോൾ ആ സമയത്ത് പിന്നിന്ന് ഒരു വേടൻ അമ്പ് ചെയ്ത് അമ്പ് കൊണ്ടുണ്ട് മരിക്കാറായി. മുമ്പിൽ സിംഹം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. സിംഹം ഒരിക്കൽ വന്ന് കടിച്ചിറക്കണം. എന്നാലും ശരി, ഈ ഇണയെ കിട്ടാൻ വേണ്ടിയിട്ട് പോവുകയും ചെയ്യും, പച്ചപ്പുല്ല് ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് തവള. പാമ്പിൻ്റെ വായിൽ അകപ്പെട്ട തവള പോലും നാക്ക് നീട്ടിയിട്ട് കൊതുവിനെയൊക്കെ പിടിച്ച് തിന്നുന്ന, ഈച്ച, കൊതു ഇതിനെയൊക്കെ തിന്നുന്ന. ഇവിടെ മരിക്കേ ആ കൊതുവും കൂടി പാമ്പിൻ്റെ വയറ്റില്ല, അത്രയേ ഉള്ളൂ. ബഗൻ അങ്ങനെയാണ്. ഭീമൻ ആഹാരം കൊണ്ടു ചെന്നതാ. അപ്പോൾ ബഗൻ പറയുന്നുണ്ട്, ബഗനുള്ള ആഹാരമാണ് കൊണ്ടുവന്നതേ. ഭീമനാകെ എടുത്ത് കഴിച്ചു. അപ്പോൾ ബഗൻ പറയുകയാണ്, എന്നാൽ എനിക്ക് തന്നെ തിന്നാൽ മതിയല്ലോ, അത്ര കഷ്ടപ്പെടണ്ടല്ലോ എന്ന്. നമ്മുടെ പഴഞ്ചൊല്ല് പറയാറുണ്ട്, ആര് പ്ലായിലെടുക്ക് വെച്ചിട്ട് അമ്മ കഞ്ഞിയോളം വീണ് അതും കൂടി നമ്മൾ ചെയ്യില്ലാന്ന്. അധ്വാനിക്കില്ല. അച്ഛനമ്മമാരെ നോക്കാൻ തുടങ്ങിയില്ല, അനവധി ഉത്തരവാദിത്തം നമുക്ക്, അതൊന്നും ചെയ്യില്ല. അപ്പോൾ ഈ ശരീരം തന്നത് വിശേഷ ബുദ്ധിയോട് കൂടിയിട്ടാണ്. നമ്മൾ വരുമ്പോൾ കൊണ്ടുവരുന്നതായിട്ടുള്ള സ്വാതന്ത്ര്യം, സന്തോഷം, സ്വസ്ഥത ഇങ്ങനെയൊക്കെ ഉണ്ടേ, അതൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്ത വേവലാതിയാണ്. ദുഃഖങ്ങളായിട്ട് പലതും അനുഭവിക്കുമ്പോഴാണ് നമ്മൾ അയ്യോ, ദാരിദ്ര്യം, രോഗം, അനപത്യത, അതൊക്കെ വലിയ ദുഃഖങ്ങളാണ്. അതിൽ ദാരിദ്ര്യം വലിയ ദുഃഖമാണ്. വേണ്ട സമയത്ത് ശ്വാസം കിട്ടിയില്ല വെച്ചാൽ, വേണ്ട സമയത്ത് വെള്ളം കിട്ടിയില്ല വെച്ചാൽ, ആഹാരം കിട്ടിയില്ല വെച്ചാൽ, കിടക്കാൻ ഉറങ്ങാൻ പറ്റിയില്ല വെച്ചാൽ, ഒരു 2 ആഴ്ച ഉറങ്ങരുത് എന്നാണ്ട് ശഠിച്ചിട്ട് അങ്ങോട്ട് നിർത്തി വെക്കുന്ന കുടുങ്ങി. ഒന്ന് സങ്കല്പിച്ച് നോക്കുക നമുക്ക്. അതായത് നമ്മുടെ നിൽക്കാനുള്ള സ്ഥലം ഒരു കൂട് എന്ന് സങ്കല്പിക്കാം. നമ്മൾ കുറച്ച് സാധാരണക്കാരെ അത് കിടക്കുക എന്ന് കൂട്ടുക, എന്നാലും മതി. കിടക്കുകയാണ് നമ്മൾ, നിൽക്കണ്ട. 4 പുറം സൂചിയാണ്, ഒരു 10,000 കണക്കിന് സൂചി. നമ്മുടെ ശരീരം ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ 1 ഇഞ്ചിൽ കൂടുതൽ അനങ്ങിക്കഴിഞ്ഞാൽ സൂചി മൊന തട്ടുമുറി. ഇങ്ങനെ 10,000 കണക്കിന് അല്ലെങ്കിൽ അത്രയും സൂചികൾ നമ്മുടെ അടുത്തേക്ക് തന്നെ നിൽക്കുകയാണ്. അത് കയ്യിൻ്റെ അകലത്തിൽ അവിടെ 1 ഇഞ്ച്, മുഖത്തിൻ്റെ അടുത്ത് 1 ഇഞ്ച്,
കാലിൻ്റെ അവിടെ 1 ഇഞ്ച്, തലയുടെ മുകളിൽ 1 ഇഞ്ച് വിട്ടിട്ടാണ് ഈ സൂചിയൊക്കെ നിൽക്കുന്നത്. നമ്മളിങ്ങനെ കിടക്കുകയാണ്. എത്ര നേരം നമുക്ക് അനങ്ങാതെയായിട്ട് കിടക്കാൻ പറ്റും? സൂചി നമ്മുടെ ശരീരം ഒന്ന് അങ്ങടോ ഇങ്ങടോ ആക്കി കഴിഞ്ഞാൽ ഈ സൂചി തട്ടും മുറി ഉറപ്പാണ്. നമ്മുടെ മുഖത്താണ് ഈ സൂചി തട്ടി വെച്ചാൽ, തല ഒന്ന് അങ്ങടോ ഇങ്ങടോ ആക്കി വെച്ചാൽ മുഖത്താണ് തട്ടി വെച്ചാൽ നമ്മൾ കൈയെടുക്കും, കൈയെടുത്താൽ അവിടെ തട്ടും. കാലൊന്ന് മടക്കണം തോന്നിയിട്ട് മടക്കി, അപ്പോൾ കാലിന് മുകളിൽ സൂചി തട്ടും. ഒരു സൂചിയല്ല, അനവധി സൂചികളാണ്. എത്ര നേരം നമുക്കവിടെ കിടക്കാൻ പറ്റും? ഇതാണ് ഈ ശരീരം സ്വീകരിച്ചതായിട്ടുള്ള നമ്മുടെ വിശേഷ ബുദ്ധിയോട് കൂടിയിട്ട് മർത്യലോകത്തിൽ വന്ന് നമ്മുടെ ബാഹ്യം ആയിട്ടുള്ള ഓരോന്നിൽ നിന്നും ഉണ്ടാകുന്ന ഉപദ്രവം ഇതാണ്. നമ്മളതിനെ അറിയാതെ കണ്ട് അത് സുഖാന്ന് വിചാരിച്ചിരിക്കുക. ഈ സൂചി കുത്തലാണ് എന്നുള്ളത് അറിയുക, അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിസ്സഹായതയാണത്. അജ്ഞത കൊണ്ട് വന്ന് പെടുകയാണ്. ഈ സൂചിയാണ് കുത്തനെന്നുള്ള ആ അറിവ് മനസ്സിലാവണില്ല. അതങ്ങനെ നമ്മുടെ മരണത്തിലേക്ക് എത്തിക്കുക. അപ്പോൾ ഈ ശരീരം നശിച്ചാൽ പിന്നെ ആദ്യം എന്തായി? കാരണ ശരീരത്തിൽ കയറണം. എന്നിട്ട് ആദ്യം നരകം, സ്വർഗം, ഭൂമി, ഇതിങ്ങനെ ആവർത്തിച്ച് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? ഭഗവത് ഉപാസനയാണ്. സർവം സമർപ്പിക്കുകയാണ്. ഒന്നും ബാക്കി ഉണ്ടാവരുത്, പുണ്യം പോലും ബാക്കി വേണ്ടാന്ന്. അങ്ങനെ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ, നമുക്ക് പ്രാരബ്ധം തീർത്ത് കഴിഞ്ഞാൽ പിന്നീട് ഒരു ജന്മം വേണ്ട. ആ ശരീരം ഈ മനുഷ്യ ജന്മത്തോട് കൂടിയിട്ട് തന്നെ ശരീരലബ്ധി ജീവന് വേണ്ട എന്നുള്ളത് ഭഗവാൻ നിശ്ചയിക്കും. രക്ഷപ്പെടാൻ സാധിക്കും. ഇങ്ങനെ ഗർഭഗീതയെ കൂടി അവിടെ സൂചിപ്പിച്ചു. ഇനി ഊർധ്വലോക സഞ്ചാരത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. സൂര്യലോകം, ചന്ദ്രലോകം തുടങ്ങിയിട്ടുള്ള പിതൃലോകം അങ്ങനെയുണ്ടല്ലോ, വൈകുണ്ഠത്തിലേക്ക് എത്താനുള്ള മാർഗ്ഗം, അതൊക്കെ ഒന്ന് പറയും. അങ്ങനെ അമ്മയെ ബോധ്യപ്പെടുത്തിയതിന് ശേഷം ഭഗവാൻ മറയുന്നതും അമ്മ മുക്തയാകുന്നതായിട്ടുള്ള രംഗങ്ങൾ 2 അധ്യായങ്ങളെ കൊണ്ട് പറയുന്നത് നമുക്ക് നാളെ പറയാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ നാരായണ നാരായണ.